ആ പ്രശ്നങ്ങളിൽ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് പോലെ ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിയാണ് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ്. എത്ര തവണ അടിയന്തര പ്രമേയങ്ങൾക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും സബ്മിഷനും ഓരോ വിഷയങ്ങളിലെ ആധികാരികമായ പ്രസംഗങ്ങൾക്കുമൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. നിരവധി തവണ സർക്കാരിന്റെ വകുപ്പ് മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, അത് ESZ വിഷയമാണെങ്കിലും ESA ആണെങ്കിലും മലയോര കർഷകരുടെ ജീവന പ്രശ്നങ്ങളാണെങ്കിലും വന്യമൃഗ ആക്രമണമാണെങ്കിലും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയാണെങ്കിലും മലയോര മേഖലയുടെ വൈവിധ്യമുള്ള വിഷയങ്ങൾ മുഴുവൻ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം നടത്തുന്ന ഏറ്റവും കരുതലോടുകൂടിയുള്ള ഇടപെടലിനെ പ്രത്യേകം ഈ സമയത്ത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മലയോര മേഖലയിൽ ജനങ്ങളുടെ ജീവിതം ഇതുപോലെ ദുസ്സഹമായ ഒരു സാഹചര്യം മുമ്പ് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഒരു സമയത്ത് കാട്ടാനകളുടെ ആക്രമണം മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആനയും കടുവയും പുലിയും ഉൾപ്പെടെ എല്ലാ വന്യമൃഗങ്ങളും നാട്ടിലിറങ്ങി കാട്ടിലും നാട്ടിലുമായി മനുഷ്യനെ, ആദിവാസികളെ, കർഷകരെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ്. കേരളത്തിന്റെ ഗവൺമെന്റിനും കേരളത്തിന്റെ ഈ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിക്കും ഈ പ്രശ്നങ്ങളിൽ കാതലായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇവ പരിഹരിക്കാനോ ഇതിന് തടയാൻ ആവശ്യമായ മാർഗങ്ങളെ സംബന്ധിച്ചോ ഫണ്ടുകൾ വെക്കുന്നതിനെ സംബന്ധിച്ചോ ഒരു കൃത്യമായ നയമോ സമീപനമോ വഴി കാണിക്കലോ ഇല്ലാതെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഓരോ മേഖലയിലെ വിഷയങ്ങളിലും ആ ഗുരുതരമായ അലംഭാവവും പാളിച്ചകളും നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ നടന്നതായ അതിപ്രധാനമായ ചർച്ചയ്ക്ക് വകുപ്പ് മന്ത്രി തന്നെ മറുപടി പറഞ്ഞപ്പോ ആ മന്ത്രി പറഞ്ഞതായ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണവും അതുമൂലമുള്ളതായ മരണത്തിന്റെയും എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മന്ത്രി നിയമസഭയ്ക്ക് ഒരു കാര്യം പറയുമ്പോ അതിന്റെ ഗൗരവവും ഉത്തരവാദിത്വവും പോലും സൂക്ഷിക്കാതെയാണ് കേരളത്തിലെ വനം മന്ത്രിയുടെ സംസാരം ആ അസംബ്ലിയിൽ അന്ന് വന്നത്. ബഹുമാനായ സണ്ണി ജോസഫ് MLA ഉൾപ്പെടെ, സജി ജോസഫ് ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് വളരെ പ്രയാസകരമായ രീതിയിലുള്ളതായിരിക്കുന്ന പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ആ അസംബ്ലിയിൽ നേതൃത്വം കൊടുക്കുകയുണ്ടായി. കേരളത്തിന്റെ മന്ത്രിയും വകുപ്പും ഇപ്പോ ഒരു അപകടം നടന്നാൽ ആദ്യം അവർ വിലയിരുത്താൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം മരണം നടന്നതിന്റെ ആകുലതകൾ പരിശോധിക്കാൻ വേണ്ടിയല്ല, ഇനിയൊരു മരണം നടക്കാതിരിക്കാൻ ആവശ്യമായ പ്രിക്കോഷൻസ് നടപടികളെ കുറിച്ചല്ല. മന്ത്രി ആദ്യം ചെയ്യുന്ന പ്രവർത്തനം ഈ മരണം നടന്നത്, ആക്രമണം നടന്നത് കാടിനകത്താണോ കാടിന് പുറത്താണോ എന്ന് പരിശോധിക്കാനാണ്. അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനും ഡിപ്പാർട്ട്മെന്റിനുമുള്ളതായ സംരക്ഷണത്തിന്റെ കവചം തീർക്കലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം.
ഞങ്ങൾ മന്ത്രിയോട് പറയുന്നു, മുഖ്യമന്ത്രിയോട് പറയുന്നു, അങ്ങയുടെ പ്രയോറിറ്റി, സർക്കാരിന്റെ പ്രയോറിറ്റി മാറി. മുൻകാലങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ഉത്തരവാദിത്തമെങ്കിൽ ഇന്ന് മന്ത്രിയും സർക്കാരും സ്വീകരിക്കുന്ന സമീപനം നിർഭാഗ്യകരമെന്ന് പറയട്ടെ. അപകടം നടന്നത് വനത്തിനകത്താണ് എന്ന് വരുത്തി തീർത്ത് സ്വയം പ്രതിരോധം തീർക്കാൻ ആവശ്യമായ നടപടികൾക്കാണ് അവർ നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ ഒരു കാര്യം കൂടെ മന്ത്രി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒരു സംഘം കാട്ടിനകത്ത് വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നു, അതിനൊരു സംഘം പ്രവർത്തിക്കുകയാണ്. ആ സംഘം ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ, അത് പ്രതിപക്ഷ നേതാവിനറിയാം. പ്രതിപക്ഷ നേതാവ് അപ്പൊ തന്നെ എഴുന്നേറ്റു, ഞങ്ങൾക്കറിയില്ല, ആരാണെന്ന് പറയണം. ബഹുമാനായ സണ്ണി വക്കീൽ എഴുന്നേറ്റു, ആരാണെന്ന് പറയണം. അദ്ദേഹം ആ പേര് പറഞ്ഞില്ല. അങ്ങനെ ഒരു സംവിധാനമില്ല. ആരെങ്കിലും പോയി കാട്ടിനകത്ത് പോയി വന്യമൃഗങ്ങളെ ആക്രമിക്കുമോ? അവയെ ആക്രമിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുമോ? ഇല്ലാത്തതായ ഒരു സംഭവം ഉണ്ടാക്കി വന്യമൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാട്ടിനകത്ത് പോയി ആസൂത്രിതമായ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത് വന്യമൃഗങ്ങളെ മനുഷ്യൻ ആക്രമിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് നേതൃത്വം കൊടുത്തു കേരളത്തിന്റെ വനമന്ത്രി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രത്തോളം ഉത്തരവാദിത്തമില്ലാതെയാണ് ഒരു ഗവൺമെന്റ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടിയിൽ പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ കാപ്പി പറിക്കുമ്പോ അതീവ ഗുരുതരമായ രീതിയിൽ കാട്ടാന ആക്രമണത്തിൽ പടഞ്ഞു മരിച്ചത്. ഞാൻ രാധയുടെ ഭൗതിക ശരീരം കാണാൻ ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. ഇതുപോലൊരു ഭൗതിക ശരീരം കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഞാൻ ഇവിടെ ആറളത്തെ വാർത്ത വായിച്ചപ്പോ വളരെ മോശമായി, ഭീകരമായി ചവിട്ടി തകർത്ത് തരിപ്പണമാക്കി ഒരു മനുഷ്യന്റെ ശരീരം പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ കാട്ടാനെ വികൃതമാക്കിയതിന്റെ ഏറ്റവും വലിയ വൈഷമ്യമുള്ള വാർത്തയാണ് ഇവിടെ നിന്ന് വരുന്നത്. രാധയുടെ ബോഡി കടുവയെ ആക്രമിച്ച് കടുവ തലച്ചോറ് ഉൾപ്പെടെ ഭക്ഷിച്ച് അവരുടെ ശരീരത്തിന്റെ മുതുമുഭാഗം ഭക്ഷിച്ച് മുന്നോട്ട് പോയ ഗുരുതരമായ സാഹചര്യമായിരുന്നു. പ്രിയപ്പെട്ട തോമസ് മരിച്ചപ്പോ അഭിവാദ്യത്തിന് സണ്ണി ജോസഫിന് വേണ്ടി മഹിളാ കോൺഗ്രസിനോട് പ്രത്യേകം നന്ദി അർപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ആളുകളെ കടുവ ഭക്ഷിക്കുക. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ വാഗേരിയിലെ പ്രതീഷ് ഒരു ചെറുപ്പക്കാരൻ പുല്ലെറിയാൻ പോയതാണ്. സ്വന്തം ഉപജീവനത്തിന് വേണ്ടി പുല്ലെറിയാൻ പോയപ്പോ കടുവ പിടിച്ചുകൊണ്ടുപോയി ആ ചെറുപ്പക്കാരനെ ഭീകരമായി കടുവ ഭക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. തോൽപ്പെട്ടിയിലെ ലക്ഷ്മണൻ മരിച്ചു, തോമസ് മരിച്ചു. എന്റെ നിയോജക മണ്ഡലത്തിൽ കുഞ്ഞുമറാൻ എത്രയെത്ര ആളുകൾ ഈ നിയോജക മണ്ഡലത്തിൽ ഇരിക്കൂറിൽ, പേരാവൂരിൽ, മലയോര മേഖലയിൽ മുഴുവൻ വന്യമൃഗ ആക്രമണത്തിലൂടെ മനുഷ്യൻ ഗുരുതരമായി കൊല ചെയ്യപ്പെട്ട് മനുഷ്യന്റെ കബന്ധങ്ങൾ മലയോര മേഖലയിൽ ഓരോന്നായി മണ്ണടിയുമ്പോ അതിനെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. ഈ വർഷം ബഡ്ജറ്റിൽ
എത്ര 75 കോടി മാറ്റിവെച്ചു. കഴിഞ്ഞ വർഷം നീക്കിവെച്ചതോ? കഴിഞ്ഞ വർഷം 45 കോടി രൂപ മാറ്റിവെച്ചു. നിങ്ങൾ 49 കോടി രൂപ 49 കോടി രൂപ കഴിഞ്ഞ വർഷം നീക്കിവെച്ചപ്പോ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചതായ തുക 48% മാത്രം. പകുതി പോലുമില്ല. ട്രെൻഡിംഗ് നടത്താൻ, ഫെൻസിംഗ് നടത്താൻ, ക്രാഷ് കാർഡ് നടത്താൻ, ഹാങ്ങിംഗ് പവർ ഫെൻസിംഗ് നടത്താൻ, വാൾ ബിൽഡിംഗ് നടത്താൻ, വന്യമൃഗത്തെ പ്രതിരോധിക്കാൻ ഇപ്പൊ പുതിയ RRT രൂപീകരണമാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, എന്റെ നിയോജക മണ്ഡലമായ കൽപ്പറ്റയിൽ RRT രൂപീകരിച്ചു. പുതിയ RRT അല്ല, നിലവിലുള്ള ജീവനക്കാരെ തട്ടിക്കുട്ടിയെടുത്ത RRT. അവർക്ക് സഞ്ചരിക്കാൻ വാഹനമില്ല, അവർക്ക് ഉപയോഗിക്കാൻ ഒരു രീതിയിലുള്ളതായിരിക്കുന്ന ഗണ്ണ് പോലുമില്ല. അവരുടെ കയ്യിൽ പടക്കം പൊട്ടി ചാനയെ വിരട്ടാൻ പടക്കം വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാത്ത RRT രൂപീകരിക്കുകയാണ് കേരളക്കരയിൽ. ഞാൻ ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് വല്ല ഉത്തരവാദിത്വമുണ്ടോ? ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ വല്ല നിലപാടും നടപടികളും ഈ സർക്കാരിന്റെ കയ്യിലുണ്ടോ? പഞ്ചാരക്കൊല്ലിയിൽ രാധ മരിക്കുമ്പോ കേരളത്തിന്റെ വനമന്ത്രി ആ മൃതദേഹം, ആ ഭൗതിക ശരീരം മാനന്തവാടി ആശുപത്രിയിലേക്ക് മാറ്റുമ്പോ നിങ്ങൾ ആലോചിക്കണം, ആ വനം മന്ത്രി അതിന്റെ ആഘാതത്തിലല്ല. അദ്ദേഹം കോഴിക്കോട് ഒരു ഫാഷൻ ഷോ പരേഡിൽ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ അദ്ദേഹം പാട്ട് പാടുക. അദ്ദേഹം പാടിയ പാട്ട് ഞാൻ ഇവിടെ പാടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ, ഒരു മനുഷ്യൻ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ മരിച്ചപ്പോ അവിടെ കടുവ പച്ചയായി ആ സ്ത്രീയെ കൊലപ്പെടുത്തി പച്ചയായി ഭക്ഷിക്കുമ്പോ ഞാൻ ചോദിക്കുന്നു, കേരളത്തിന്റെ വനമന്ത്രി കോഴിക്കോട് പട്ടണത്തിൽ ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ട് പാടുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു, ഭരണകൂടമേ നിനക്ക് മനുഷ്യത്വത്തിന്റെ ഒരംശമുണ്ടോ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാനുള്ള ബാധ്യത കേരളത്തിന്റെ വനമന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുമുണ്ട്. മലയോര മേഖലയിൽ കർഷകന്റെ അവസ്ഥ, ഓരോ മനുഷ്യനും താഴേക്ക് ഇറങ്ങുക, ഒരു സാധനങ്ങളും ഉണ്ടാക്കാൻ വയ്യ. ഭൂമിക്കടിയിലെ സാധനമാണെങ്കിൽ പന്നി കൊണ്ടുപോകും, ഭൂമിക്ക് മേലെയുള്ളതായ സാധനമാണെങ്കിൽ മണ്ണിന്റെ മേലെയാണെങ്കിൽ അത് മുഴുവൻ കുരങ്ങ് കൊണ്ടുപോകും. ഒന്ന് വാഴ തോട്ടമാണെങ്കിൽ, കവിങ്ങിന്റെ തോട്ടമാണെങ്കിൽ, മറ്റുള്ളതായിരിക്കുന്ന തോട്ടമാണെങ്കിൽ അവിടെയൊക്കെ കാട്ടാനകൾ വരും. ഒരു സാധന സാമഗ്രിയും ഉണ്ടാക്കാൻ സാധിക്കാതെ കർഷകന്റെ ആർത്തനാദ വിലാപങ്ങൾ ഈ കേരളത്തിന്റെ കാർഷിക മണ്ണിൽ ഉയരുമ്പോ അതിനെ പ്രതിരോധിക്കാനോ അതിനെ തടഞ്ഞു നിർത്താനോ ഒരു നടപടിയും സ്വീകരിക്കാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. മരിപ്പോ DFOമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താ? ഇപ്പൊ ഇവരുടെ കയ്യിൽ എപ്പോഴും DFOമാരുടെ കയ്യിൽ ഒരു ചെക്ക് ഉണ്ട്. ഇവര് പോകുന്ന വഴിക്ക് ചെക്കുമായിട്ടാ പോണേ. ആളുകൾ മരിച്ചു എന്ന് കേട്ടാൽ അപ്പൊ തന്നെ 5 ലക്ഷത്തിന്റെ ചെക്ക. അത് കഴിഞ്ഞ് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ 5 ലക്ഷം കൂടെ കൊടുക്കും. ഞാൻ ചോദിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, കേരളത്തിന്റെ വനമന്ത്രിയോട്, മലയോര മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ടവന്റെ ജീവന് 10 ലക്ഷത്തിന്റെ തുക ഇട്ടുകൊണ്ട് അവനെ വന്യമൃഗത്തിന് ഇട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും നിങ്ങളെ അനുവദിക്കില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല ഈ മലയോര മേഖലയിലെ ജനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫ് MLA ഇവിടെ നിരാഹാര സമരം ഇരിക്കുന്നത്. എന്തൊരു ഉത്തരവാദിത്തരഹിതമാണ്. ഞങ്ങൾ നിരവധി തവണ പറഞ്ഞു, സണ്ണി വക്കീൽ ഉൾപ്പെടെ മലയോര മേഖലയിൽ കാർഷിക മേഖലയിൽ വിലത്തകർച്ച, ജീവിക്കാൻ കഴിയില്ല, വന്യമൃഗ ആക്രമണം, അത് തന്നെ കൊടുക്കാനുള്ള പണം ഒത്തിരിയുണ്ട്, അത് കൊടുക്കുന്നില്ല. ഇതിന്റെ തുക വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞു, അതിന് നേതൃത്വം കൊടുക്കുന്നില്ല. ഇപ്പോ എല്ലാം പറയുന്നത് കേന്ദ്രം ചെയ്യണം, കേന്ദ്രം ചെയ്യണം, കേന്ദ്രം ചെയ്യണത് കേന്ദ്രം ചെയ്യണം, തർക്കമില്ല. കള്ളിങ്ങടക്കമുള്ള നടപടികൾ, ആ നടപടികൾക്ക് കേന്ദ്രം നേതൃത്വം കൊടുക്കണം, മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തണം. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് നിങ്ങളല്ലേ? ആ ഉത്തരവാദിത്തം നിങ്ങൾ വഹിക്കണ്ടേ? ആ ധർമ്മം നിങ്ങൾ നിർവഹിക്കണ്ടേ? ആ ധർമ്മം നിർവഹിക്കാതെ മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ മലയോര മേഖലയിലെ ജനതയെ വന്യമൃഗത്തിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്ത് സ്വൈര്യവിഹാരം നടത്തുന്ന, പാട്ടുംപാടി നടക്കുന്ന
ഒരു സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ മലയോര മേഖലയിലെ കർഷക ജനതയെ, ആദിവാസി സമൂഹത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് MLA നടത്തുന്ന ഈ വലിയ ഏകദിന ഉപവാസ സമരത്തിന് വയനാട് ജില്ലയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ഉപവാസ സമരത്തിൽ പങ്കെടുത്ത് നമ്മുടെ ആശംസ അർപ്പിക്കാൻ എത്തിയ പ്രിയപ്പെട്ട സിദ്ദീഖ് MLA നന്ദി പറയുകയാണ്. അതുപോലെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇരിക്കൂർ MLA പ്രിയപ്പെട്ട സജീവ് ജോസഫ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ തന്നെ ഇങ്ങോട്ടായി കാരണം സൈഡാക്കി അങ്ങനെയല്ല താഴേക്ക് താഴെ ഇവിടെ കുഴപ്പമില്ല അവിടെ സംസാരിക്കുന്ന അല്ല ഇങ്ങോട്ട് ഇങ്ങനെയാ കാര്യം ചെയ്താലോ ആ കല്ലിൽ തട്ടി വെച്ചാൽ പോരെ ഇതൊന്നും അപ്പുറത്തേക്ക് ചെറിയ ചെരിവ് വേണ്ട എന്നല്ലേ ആളുകളെ ഫേസ് ചെയ്യുന്നത്. ബഹുമാന്യനായ ഇന്നത്തെ ഈ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരുടെ പ്രിയങ്കരനായ സണ്ണി ജോസഫ്, ഏറ്റവും ബഹുമാന്യനായ UDFന്റെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഉപവാസ സമരം ഒരു ജനപ്രതിനിധിയുടെ സമരം എന്നതിനപ്പുറം ഈ നാടിന്റെ ഹൃദയവികാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ടുള്ള മലയോരത്തിന്റെ രോദനമാണ് ഈ സമരത്തിലൂടെ ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സമരത്തിന് പ്രിയങ്കരനായ സണ്ണി വക്കീൽ തീരുമാനമെടുത്തപ്പോൾ ഈ സമരത്തിന് ഒരു വലിയ പിന്തുണ, സ്വാഭാവികമായ ഒരു ജനകീയ പിന്തുണ ലഭിച്ച ഒരു സമരമാണ്
ഉദ്ഘാടകൻ മാർ ജോസഫ് പാർലാനി അദ്ദേഹം മലയോരത്തിന്റെ വേദനകളിൽ പങ്കുവച്ചു. നമ്മുടെ ആശങ്കകൾ അദ്ദേഹം ഇവിടെ വിവരിച്ചു. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുന്നതിനപ്പുറം യാഥാർത്ഥ്യങ്ങൾ, ഈ നാടിന്റെ ആവശ്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളോടൊപ്പം യോജിച്ചു നിൽക്കാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അഭിനന്ദരായ നമ്മുടെ മറ്റു നേതാക്കന്മാരും KPCCയുടെ ഉപാധ്യക്ഷൻ ശ്രീ സിദ്ദീഖും മുസ്ലിം ലീഗിന്റെ സമ്മതനായ നേതാവ് ശ്രീ കരീം ചൗധരിയും ഈ പ്രശ്നത്തിന്റെ രൂക്ഷത ഇവിടെ പറയുകയുണ്ടായി. അതിനപ്പുറമായി ഒന്നും പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. കാരണം ഇനിയും നമുക്ക് പ്രസംഗിക്കാനുള്ള ഒരു അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിലിപ്പോഴുള്ളത്. പിതാവ് പറഞ്ഞതുപോലെ ഓരോ കർഷകനും സംഘടിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ട ഒരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ഏറ്റെടുക്കാൻ ഇന്നത്തെ ഈ ഉപവാസ സമരം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയങ്കരനായ സണ്ണി ജോസഫ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിവിടെ ഈ സമരത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഏറ്റവും അധികം ഉന്നയിച്ച ഒരു പ്രശ്നമാണ് വന്യമൃഗശല്യത്തിനെ സംബന്ധിച്ചത്. ഒരുപക്ഷെ കേരള നിയമസഭയിൽ ഇത്രയും അധികം വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട്, മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയങ്ങളാകട്ടെ മറ്റ് അവസരങ്ങളാകട്ടെ ഇത്രയും ഉപയോഗിച്ച നമ്മുടെ നാടിന് വേണ്ടി ശ്രദ്ധിച്ച മറ്റൊരു ജനപ്രതിനിധിയില്ല. അത് നേരിട്ട് കാണാൻ അവസരമുണ്ടായിട്ടുള്ള നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ ഏറ്റവും ആദരവോടെയാണ് ഞാനും നിങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. വന്യമൃഗശല്യത്തിന്റെ രൂക്ഷത അത്രമേൽ ഉള്ളതുകൊണ്ടാണ് നിയമസഭയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതിന്റെ രാഷ്ട്രീയ മാനങ്ങളൊന്നും നോക്കാതെ പ്രതിപക്ഷ നിലയിലെ ജനപ്രതിനിധികൾ പോലും അംഗീകരിക്കുകയും പലപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പോലും, ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും ജനവികാരം മനസ്സിലാക്കി അതിന് മറുപടി പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത്, പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളതും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചുള്ള പ്രശ്നം ഈ വാക്കുകളും വാഗ്ദാനങ്ങളും പ്രസംഗങ്ങളും അല്ലാതെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഒന്നിനും ഈ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ആറളത്തുണ്ടായ ഏറ്റവും അവസാനത്തെ സംഭവം ഏതൊരു മനുഷ്യനെയും വേദനിപ്പിക്കുന്നതാണ്. ഒരു കുടുംബം, ദമ്പതികൾ ഒരുമിച്ച് കാട്ടാനയുടെ ആക്രമണത്തിന് പിടഞ്ഞു വീണ് മരിക്കുന്ന രംഗം നമുക്ക് ഓർക്കാൻ കഴിയില്ല. അത്രയും ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ആറളത്ത് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ സംഭവം മാത്രമല്ല, ആറളത്തെ കുറിച്ച് പറയുമ്പോൾ ഏതാനും വർഷങ്ങളായി എത്രയോ ആളുകളുടെ ജീവനാണ് അവിടെ പൊളിഞ്ഞു പോയത്. എത്രയോ ആദിവാസി സുഹൃത്തുക്കളാണ് അവരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രതിഷേധവും സമരവും ഒക്കെ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നും ഒരിക്കലും ഒരു വേദിയായി മാറിയിട്ടില്ല. നമ്മളാരും അത്തരം സംഭവങ്ങളെ രാഷ്ട്രീയ കണ്ണോടെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും നടക്കുന്ന സമരങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണാറുണ്ട്. കാട്ടാനയുടെ ആക്രമണമേറ്റ് മരണപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ
വയനാട്ടിലാകട്ടെ, ഇടുക്കിയിലാകട്ടെ, എറണാകുളം ജില്ലയിലാകട്ടെ, പാലക്കാട് ജില്ലയിലാകട്ടെ, ഇവിടെയൊക്കെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പല ജനകീയ സമരങ്ങളും നമ്മൾ കണ്ടെത്തി. പക്ഷെ അതിനേക്കാളൊക്കെ അതുപോലെ രൂക്ഷമായ സമരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകാൻ കഴിയാഞ്ഞിട്ടല്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷ നിലയിൽ നിന്നുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കാഞ്ഞിട്ടല്ല, സർക്കാരിനെ ഉൾമുനയിൽ നിർത്തിക്കൊണ്ട് സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ, അലംഭാവത്തിനെതിരെ, ജനങ്ങളോടുള്ള, ആദിവാസികളോടുള്ള ഈ വിവേചനത്തിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ രാഷ്ട്രീയപരമായി കഴിയാഞ്ഞിട്ടല്ല. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ആറളത്തും നമ്മുടെ മലയോര മേഖലയിലും കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം കലർത്താതെ ജനങ്ങൾക്ക്, ജീവൻ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ആശങ്കാജനകമായ സാഹചര്യം ഒഴിവാക്കാനാണ് നമ്മളൊക്കെയും ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഈ വിഷയമുണ്ടായപ്പോൾ അവസരത്തിനൊത്ത് ഉയരുകയും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവന്നതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും മറ്റ് പ്രകോപനപരമായ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാതെ, ഒരു സമരാഭാസം ഇവിടെ നടത്താതെ, ആ സമരത്തെ ദുരുപയോഗം ചെയ്ത് നമ്മുടെ നാട്ടിൽ ഒരു ക്രമസമാധാന പ്രശ്നമായി വളർത്താൻ അനുവദിക്കാതെ ഏറ്റവും സുഗമമായി, ഏറ്റവും പക്വതയോടെ ഈ പ്രശ്നത്തെ സമീപിച്ച, അതിന് നേതൃത്വം കൊടുത്ത പേരാവൂരിന്റെ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വെടിഞ്ഞാറുണ്ടായ സംഭവത്തിൽ, ഈ കാട്ടാന അക്രമത്തിൽ പൊളിഞ്ഞുപോയ 2 ജീവനുകൾ, അതിന്റെ തീവ്രതയും തീക്ഷ്ണതയും മനസ്സിലാക്കാഞ്ഞിട്ടല്ല, ഉൾക്കൊള്ളാഞ്ഞിട്ടല്ല നമ്മൾ അവിടെ പക്വത പാലിച്ചത്. ജനപ്രതിനിധികൾ പക്വത കാണിച്ചു. ഒരു സമരത്തിലേക്ക് തള്ളിവിട്ട് നാടിനെ കലാഭൂമിയാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഇതിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധം വരും. അതിനെയൊക്കെ ദുരുപയോഗം ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കും. ഇവിടെയും ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് 100% എന്റെ വിശ്വാസം. അങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തത് ഈ ഗവൺമെന്റാണ്, ഇടതുപക്ഷ സർക്കാരാണ്, ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. ഈ വിഷയത്തിലൊന്നും ഇടപെടാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതിന് ഉത്തരവാദി എന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് സമാധാനപരമായി പരിഹാരമുണ്ടാക്കാനാണ് ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം എന്ന നിലയിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതും അതിനുവേണ്ടി നിലകൊള്ളുന്നതും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലൊരു സമരം സർക്കാരിന്റെ സജീവ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരാനും നമ്മുടെ നാടിന്റെ വികാരവും പ്രതിഷേധവും അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സഹന സമരമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റിന്റെ ഈ മെല്ലെപ്പോക്കിനെതിരെ, ഈ അവഗണനയ്ക്കെതിരെ, ഈ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കൂടുതൽ ശക്തമായ സമരങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിയെ എന്തെങ്കിലും പറഞ്ഞ് വിമർശിച്ചാൽ അത് വ്യക്തിപരമായി പോകും, അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റാരും, നമ്മളാരും അത് പറയാറില്ല. പക്ഷേ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള, കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം സമൂഹ മധ്യത്തിൽ ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം
സർക്കാരിന്റെ മുന്നിൽ ആ വിഷയം അവതരിപ്പിച്ച് സമരം നടത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് പാലിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും പരാജയപ്പെട്ടു എന്ന് ജനം വിധിയെഴുതും. ഇവിടെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വളരെ ലാഘവത്തോടെ സർക്കാർ കാണുന്നു. ഇത് വനം വകുപ്പിന്റെ മാത്രം ഒരു വീഴ്ചയായി, അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രി അദ്ദേഹം പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന നിലയിലേക്ക് ഈ ചർച്ച കൊണ്ടുവിടാനാണ് ഭരണകക്ഷിയിലെ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായും തോന്നും മുഖ്യമന്ത്രി പോലും അതാണോ ചിന്തിക്കുന്നത് എന്ന്. കാട്ടാന ഇതുപോലെ തേരവാഴ്ച നടത്തുമ്പോൾ, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി അക്രമങ്ങൾ പെരുകുമ്പോൾ, ഇതൊക്കെ വനം വകുപ്പിന്റെ മാത്രം ഉദാസീനതയാണ് എന്ന് കാണിച്ച് വനം മന്ത്രിയുടെ മാത്രം തലയിൽ കെട്ടി വെച്ച് ഇതിൽ നിന്നും തലയൂരാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇത് ആസൂത്രിതമാണ്. ഒരു സംശയവുമില്ല, ഗവൺമെന്റിന്റെ പ്രയോറിറ്റി നേരത്തെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും ഒന്നാമതായി കൊടുക്കേണ്ട പ്രയോറിറ്റി, ഇത്രയും അധികം മരണങ്ങൾ നടന്നിട്ട് 968 പേരുകൾ കണക്ക് വെച്ച് പറഞ്ഞത്, നിയമസഭയിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. 2016 മുതൽ 2024 ജൂൺ മാസം വരെ കേരളത്തിൽ വന്യമൃഗാക്രമത്തിൽ കൊല്ലപ്പെട്ടത് 968 പേരുകളാണ് എന്ന് സർക്കാർ കണക്കുകൾ വെച്ച് പറഞ്ഞു. അതിനുശേഷവും ഇവിടെ മരണങ്ങൾ നടന്നു. അപ്പോൾ ഇത്രയും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം, ഇത് സർക്കാരിന്റെ പ്രശ്നമല്ലേ? 1000 പേർ കൊല്ലപ്പെട്ട സംഭവം സർക്കാരിനൊരു ഗുരുതരമായ പ്രശ്നമല്ലേ? കേരളത്തിനൊരു ഗുരുതരമായ പ്രശ്നമല്ലേ? അത്രയും ഗുരുതരമായ പ്രശ്നം തീർത്ഥം അവഗണനയുടെ പേരിൽ കേരളത്തിൽ നടക്കുമ്പോൾ അത് വനംവകുപ്പിന്റെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിച്ചാൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനർത്ഥം ഇതൊക്കെ നടക്കട്ടെ, ഇതിലൊന്നും സർക്കാരിന് ഞങ്ങൾക്ക് പ്രതിപത്തിയില്ല, ജനങ്ങളോട്, കർഷകരോട്, ആദിവാസി സമൂഹത്തോട് ഞങ്ങൾക്ക് പ്രതിപത്തിയില്ല എന്ന് പരോക്ഷമായി പറയുന്ന സർക്കാരിന്റെ ഭാഷയാണ് ആ ഭാഷ. വനംവകുപ്പിന്, മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മന്ത്രി തന്നെ പറയാറുണ്ട്, കണ്ടു തരുന്നില്ല. വനംവകുപ്പ് ചെയ്യേണ്ടതെന്താണ്? പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഏത് സംവിധാനമാണ് നിങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്? ഈ കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലുണ്ടാക്കാൻ, പ്രത്യേകിച്ച് രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ അതിന്റെ പണം കൂടുതൽ ചെലവഴിക്കാൻ ഒരു മനസ്സും കാണിക്കാത്ത സർക്കാരിന്റെ ലക്ഷ്യം കൃത്യമാണ്. ഇതൊക്കെ നടക്കട്ടെ, കർഷകരും ആദിവാസികളും ഈ ദുരിതം പേറട്ടെ. ഞങ്ങളുടെ പ്രയോറിറ്റി മറ്റു പല കാര്യങ്ങളുമാണ്. ഞങ്ങളുടെ പ്രയോറിറ്റി കേരളയിലാണ്. ഞങ്ങളുടെ പ്രയോറിറ്റി മറ്റു കാര്യങ്ങളാണ്. മറ്റ് വരുമാന മാർഗങ്ങൾ തേടുന്ന, അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്ന ഈ സർക്കാരിന്റെ പ്രയോറിറ്റി ദുർബല ജനവിഭാഗങ്ങളല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഈ വകുപ്പ് മന്ത്രിയുടെ കുറവാണ്, പോരായ്മയാണെങ്കിൽ ഈ വകുപ്പ് മന്ത്രിയെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലേ? അപ്പൊ മാറ്റുന്നില്ല, നടപടി സ്വീകരിക്കുന്നില്ല, മന്ത്രി ആവശ്യപ്പെടുന്ന ഫണ്ട് കൊടുക്കുന്നില്ല, ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്ന ഫണ്ട് കൊടുക്കുന്നില്ല. ഇവിടെ പറഞ്ഞു, വനം വകുപ്പിന് പ്രവർത്തിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഗവൺമെന്റ്. അവർക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ കൊടുക്കുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള കോട്ടേജുകൾ കൊടുക്കുന്നില്ല, ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നിയമിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വനം വകുപ്പിന് പൂർണ്ണമായും വന്ധ്യംകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ്. ഒന്നും ഒരു നടപടികളും സ്വീകരിക്കാൻ കെൽപ്പില്ലാത്ത ഒരു വകുപ്പാക്കി, ഏറ്റവും നിഷ്ക്രിയമായ ഒരു വകുപ്പാക്കി കേരളത്തിലെ വനം വകുപ്പിനെ മാറ്റിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, കേരളത്തിന്റെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഇതുപോലെ ഓരോ മരണവും നടക്കുമ്പോൾ
ഇവിടെ വന്ന് പല പ്രഖ്യാപനങ്ങൾ നടത്തും. ഇവിടെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കും. ഇവിടെ ചില പ്രഖ്യാപനങ്ങൾ നടത്തും. അതിനുമപ്പുറം ഈ പ്രഖ്യാപനങ്ങൾ യാതൊന്നും നടപ്പിലാക്കാൻ ഇന്ന് വരെ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. എത്രയോ തവണ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് പറഞ്ഞു, നിരാലംബരായ കുടുംബങ്ങൾക്ക്, ഈ മരണപ്പെട്ട വീടുകളിലെ ആരുമില്ലാത്ത ആ കുടുംബത്തിന് ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ദുരന്തമുഖത്ത് വന്നവർ പ്രഖ്യാപനം നടത്തി പോയി. നമുക്കറിയാം, നമ്മുടെ ജസ്റ്റിന്റെ കുടുംബം നമ്മുടെ പായം പഞ്ചായത്തിൽ എത്രയോ കിലോമീറ്റർ വനത്തിൽ നിന്ന് അകലെയുള്ള പട്ടണ പ്രദേശത്തേക്ക് വന്ന് അവിടെ കാട്ടാൻ ആക്രമിച്ച് മരണപ്പെട്ട ജസ്റ്റിന്റെ കുടുംബത്തിന്, ആ കുടുംബത്തിലെ മരണപ്പെട്ട ജസ്റ്റിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു. പക്ഷെ ജോലി നൽകിയില്ല. അങ്ങനെ ഒരു കുടുംബത്തിനും ജോലി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇന്നലെ ഇവിടെ ആറളത്തും ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട മന്ത്രി ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താൽക്കാലിക ജോലി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത്തരം താൽക്കാലിക ജോലി കൊടുത്ത് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ സംഘടിക്കേണ്ട സമയമായിരിക്കുകയാണ്, അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ മുന്നിൽ മറ്റ് ഭവിഷ്യത്തുകളൊന്നും നമുക്ക് നോക്കാൻ സാധ്യമല്ല. ഇവിടെ കാടൻ നിയമങ്ങൾ നടപ്പിലാക്കാൻ, വന നിയമം പൊളിച്ചെഴുതാൻ ഇത്രയും ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം നൽകുന്ന പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് ഈ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടത്. പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ പ്രതിഷേധത്തിന് മുന്നിൽ അത് മാറ്റിവെക്കേണ്ടി വന്നു. ഇനിയും ഏതു സമയം അത്രയും അതുപോലെയുള്ള കറുപ്പ് നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തലയിൽ വിഷയങ്ങൾ അവരുടെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ഈ സർക്കാർ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യണം. ഇരു ഗവൺമെന്റുകൾക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധത്തിന്, പ്രക്ഷോഭത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുന്നോട്ട് പോകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ജീവൻ പൊലിയുന്നത് മാത്രമല്ല, നാം വെച്ചുപിടിപ്പിക്കുന്ന, ആറ്റുനോട്ടുണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും, നമ്മുടെ ഓരോ വിളകളും നമ്മെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ പോലെയാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ പോലെയാണ്, നമ്മുടെ ആത്മാവിന്റെ ഭാഗമാണ്. അതില്ലാതാക്കുന്ന ജീവൻ പൊലിയുമ്പോഴും, നമ്മുടെ വിളകൾ നശിക്കുമ്പോഴും, നമ്മുടെ കൃഷിയിടങ്ങൾ പൂർണ്ണമായി തകരുമ്പോഴും ഇവിടെ പടയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളാണ് എന്ന കാര്യം നമുക്കറിയാം. ആ ഹൃദയവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടുന്ന ഒരു പ്രതിഷേധ സമരമാണ്, സഹന സമരമാണ് ഈ സമരം. ഈ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായി മാറട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിനും കേരളത്തിലെ കർഷകർക്കും, മലയോര കർഷകർക്ക്, ആദിവാസി സമൂഹത്തിന് വേണ്ടി ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി കേരള നിയമസഭയിലും പൊതുസമൂഹത്തിലും അവസരത്തിനൊത്ത് എല്ലാ ഘട്ടത്തിലും സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാർഗദർശിയായിട്ടുള്ള പ്രിയങ്കരനായ സണ്ണി വക്കീലിനെ ഈ നാടിന്റെ പേരിലുള്ള എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു. ഈ ഉപവാസ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ, UDFന്റെ പേരാവൂർ മണ്ഡലത്തിലെ മുതിർന്ന നേതാവുമായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുടെ ബഹുമാന്യനായ അധ്യക്ഷൻ, UDF ചെയർമാൻ ശ്രീ ഇബ്രാഹിം മുണ്ടേരി, ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, വേദിയിലെ UDFന്റെ നേതാക്കന്മാരെ, സഹോദരന്മാരെ, വളരെ ദീർഘമായി
ഒരു പ്രസംഗം ഈ അവസരത്തിൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. UDFന്റെ ഉന്നതരായ ധാരാളം നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അവർക്കും നിങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം അനിവാര്യമാണ്. വളരെ സുപ്രധാനമായ ഒരു കാലിക വിഷയം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ ഏകദിന ഉപവാസം ഇവിടെ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയത്. എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ചു. ഉദ്ഘാടകനായ പിതാവ് വളരെ ആധികാരികമായി ആ വിഷയത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. ആവർത്തനം ഈ അവസരത്തിൽ ശരിയല്ല എന്നുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്കൊണ്ട് ഞാൻ കടന്നുപോകും. കഴിഞ്ഞ 11 വർഷമായി നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് വന്യജീവി ആക്രമണവും അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ധാരാളമായ ദുരന്തങ്ങൾ. ഏകദേശം 1000-ഓളം ആളുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു. ഓരോ മരണം നടക്കുമ്പോഴും പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ വളരെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ ആത്യന്തികമായ ഒരു പഠനമോ ഒരു പരിഹാരമോ ഈ വിഷയത്തിൽ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഈ രാജ്യത്ത് ആദ്യമായി വന്യജീവി സംരക്ഷണ നിയമം വന്നത് 1972 1972 ദേശീയ സാഹചര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി, ജനസംഖ്യ, വികസനം ഇവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ ഒരു നിയമനിർമ്മാണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു ഭേദഗതികൾ നിർദ്ദേശിക്കാതെ രാജ്യത്തിന്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടത്താതെ 1972 ഈ നിയമത്തിന്റെ പിന്നാലെ വീണ്ടും ഈ രാജ്യം മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത്രയും ദാരുണമായ സംഭവങ്ങൾ ഈ രാജ്യത്ത് സംഭവിക്കുന്നത്. ആ നിയമത്തിൽ അടിയന്തരമായ ഭേദഗതി അനിവാര്യമാണ്. അത് സംസ്ഥാന നിയമത്തിലും ഭേദഗതി വേണം, കേന്ദ്ര നിയമത്തിലും ഭേദഗതി വേണം. വന്യജീവി സംരക്ഷണ നിയമം അടിമുടി അടിച്ച് ഭേദഗതി ചെയ്യാതെ ആത്യന്തികമായി ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നിയമത്തെ എപ്പോഴും ബഹുമാനിക്കുന്നു. നിയമത്തെ വളരെ കൂടുതൽ ബഹുമാനിക്കുന്നത് കൊണ്ടും ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറില്ലാത്തത് കൊണ്ടുമാണ് ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകാത്തത്. രാജ്യത്തിലെ നിയമ സംവിധാനങ്ങളിൽ മുഴുവൻ നമുക്ക് സംരക്ഷണം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 21-ാം അനുച്ഛേദം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. ജീവിക്കാൻ, സഞ്ചരിക്കാൻ, പ്രവർത്തിക്കാൻ ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യവും നമുക്ക് നൽകും. ആ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന രീതി ഈ രാജ്യത്തെ നിയമനിർമ്മാണങ്ങളും നടത്തിയിരിക്കും. പക്ഷെ ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ആ നിയമത്തെ വളച്ചൊടിക്കുമ്പോൾ, ആ നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, ആ നിയമം ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥമായി നിലനിൽക്കുന്ന നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിൽ വരുന്നില്ല. വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കാർഷിക ഭൂമിയിലും നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിലുമാണ്. നമ്മൾ ആരും വനത്തിൽ പോയി അവിടെ വെച്ച് കാട്ടുമൃഗങ്ങളുടെ ആക്രമണമായിട്ട് ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വസ്തുവിൽ, നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ, നമ്മൾ നിവസിക്കുന്ന സ്ഥലത്ത്, നമ്മൾ സഞ്ചരിക്കുന്ന റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരം അപകടങ്ങൾ
അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അപകടങ്ങളെ എങ്ങനെ നിയമപരമായി കാണണമെന്നുള്ളതാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം. നിങ്ങളുടെ ഭവനത്തിൽ ഒരാൾ വന്നൊരു ആക്രമണം നടത്തും. നിങ്ങളുടെ വസ്തുവിൽ ഒരാൾ കയറി നിങ്ങളുടെ കൃഷിഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്ത വസ്തുക്കൾ മുഴുവൻ നശിപ്പിക്കുന്നു. അതൊരു മനുഷ്യനാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ ഉടനെ തന്നെ പോലീസിൽ പരാതി കൊടുക്കും. അത് ചെയ്ത വ്യക്തിക്കെതിരെ നിയമ നടപടിയെടുക്കും. കോടതിയിൽ തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കും. അത് തന്നെയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണവും. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആവശ്യമായ സംരക്ഷണത്തിന് ആവശ്യമായ രീതിയിൽ ആവശ്യമായ ബലപ്രയോഗം നടത്താൻ ഇന്ത്യ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വസ്തുവിൽ അതിക്രമിച്ചു കിടന്ന ഒരു വന്യമൃഗത്തെ തടയാൻ ഏതെങ്കിലും ഒരു കർഷകൻ തയ്യാറായിട്ടുണ്ട്. അവർ തയ്യാറായിട്ടില്ല, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ തയ്യാറായ കേരളത്തിലെ വനംവകുപ്പ് അവർക്കെതിരെ കേസെടുക്കും. അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. അവരെ റിമാൻഡ് ചെയ്യും. 8-10 കൊല്ലം കോടതിയിൽ ഈ കേസിന്റെ പിന്നാലെ നടക്കണം. എന്തിനാണ്? പോയ കൃഷി പോകട്ടെ, പോയ ജീവൻ പോകട്ടെ, പോയ വസ്തു പോകട്ടെ, പോയ കെട്ടിടങ്ങൾ പോകട്ടെ, പോയ വീട് പോകട്ടെ, എല്ലാം സഹിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ജനമായി കേരളത്തിലെ കാർഷിക മേഖലയിലെ കർഷകർ മാറി എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെയെല്ലാം വിഷയം കേരളത്തിലെ വനം വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ അവരുടേതായ ലക്ഷ്യങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടിയാണ്. അഭിമന്യ പിതാവിനോട് പറഞ്ഞ വലിയൊരു കാര്യമാണ്, ഈ രാജ്യത്തിന് ആവശ്യമായ കോടാനുകോടി വരുന്ന കാർബൺ ഫണ്ട്, ആ ഫണ്ട് ലഭിക്കണമെങ്കിൽ ഇവിടെ വനഭൂമിയുടെ വിസ്തീർണം വർദ്ധിക്കണം. വനഭൂമിയുടെ വിസ്തീർണം വർദ്ധിക്കണമെങ്കിൽ ജനങ്ങൾ നിവസിക്കുന്ന വനഭൂമിയോട് ചേർന്ന ഭൂമിയിൽ നിന്ന് ഈ ജനങ്ങൾ മാറണം. അങ്ങനെ മാറണമെങ്കിൽ അവർക്ക് അവിടെ നിവസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കുരങ്ങ് കൊട്ടിയൂര് പാച്ചുര ഭാഗത്തെല്ലാം കുരങ്ങുകൾ, നൂറുകണക്കിന് കുരങ്ങുകൾ കൃഷിഭൂമിയിൽ കയറി എല്ലാ വസ്തുക്കളും നശിപ്പിച്ചു. എത്ര ആൾക്കാർ അവിടെ വിറ്റുപോയി. അവരത് വിറ്റുപോകുമ്പോൾ അത് വനവും. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് വനഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്തർദേശീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അതോ അതിനെ തടയണം എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. അതിന് ജനങ്ങളുടെ സംഘടിതമായ ഒരു ശക്തിയുണ്ട്. ജനങ്ങളുടെ സംഘടിതമായ ഒരു ശക്തി വേണം. ഇവിടെ ഈ കാർഷിക മേഖലയിലല്ലാതെ മറ്റേതെങ്കിലും ഒരു മേഖലയിലാണ് ഇപ്രകാരമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അല്ല ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി. ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഒരാളൊരു ചീത്ത വന്നു. പിറ്റേ ദിവസം ആ മേഖലയിലെ ഓട്ടോറിക്ഷ സമരം. ഒരു ബസ് ഡ്രൈവറോട് ഒരു കുട്ടി മോശമായിട്ട് പെരുമാറി. പിറ്റേ ദിവസം സമരം. സ്വന്തം അവകാശങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയ അതിശക്തമായ സമരം നടക്കുന്ന ഈ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ എന്ത് സംഭവിച്ചാൽ ആർക്കും പ്രതിഷേധമില്ല. ആർക്കും പ്രതിഷേധമില്ല. റിസ്ക് എടുക്കാൻ ആരും തയ്യാറില്ല. സമരം ചെയ്യാൻ ആരും തയ്യാറില്ല. കർഷകർ സമരം ചെയ്ത ചരിത്രം നമ്മൾ കണ്ടതല്ലേ. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനത്തേക്ക് ആയിരക്കണക്കിന് കർഷകർ ട്രാക്ടറിൽ പോയി മാസങ്ങളോളം സമരം ചെയ്തു. ഒരു ദിവസം സമരം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? 2 ദിവസം സമരം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? നമ്മൾ സുഖജീവിതത്തിന്റെ ഭാവിയിൽ മുമ്പോട്ട് പോകുമ്പോൾ റിസ്ക് ഇല്ലാതെ, വേദനയില്ലാതെ, ശക്തമായ പ്രതിഷേധ പരിപാടികളില്ലാതെ
ഈ രാജ്യത്ത് ഒരു കാര്യത്തിനും പരിഹാരം ഉണ്ടാകില്ല. അതിന് നമ്മൾ തയ്യാറായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരമുണ്ടാവും. പരിഹാരമില്ലാതെ മാർഗമൊന്നുമില്ല. ഈ രാജ്യത്ത് മാത്രമല്ല, വന്യമൃഗങ്ങൾ ദേശീയ കാഴ്ചപ്പാടോടുകൂടി ചിന്തിച്ചാൽ ഓസ്ട്രേലിയയിൽ അവിടെ ദേശീയ മൃഗമായ കങ്കാരു ഒരു വർഷത്തിന് 3 മാസം കങ്കാരുവിനെ വെടിവെക്കാൻ അനുമതി കൊടുക്കുക. അതിന്റെ എണ്ണം വർദ്ധിക്കാതിരിക്കാൻ 3 മാസം വെടിവെക്കാൻ അനുമതി കൊടുക്കുകയാണ്. ഒരു കേസുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു ചോദ്യമില്ല. ബ്രസീൽ 3 മാസം കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് സർക്കാരിന്റെ സെയിൽസ് ഡിപ്പോയിലൂടെ അതിന്റെ ഇറച്ചി വിൽപ്പന നടത്തുകയാണ്. ഇതിന്റെ എണ്ണം കുറയാൻ ഇവിടെ നിന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു അറിയാതെ മക്കള് വന്നിട്ട് കിണറ്റിൽ വീണാല് ഈ പെരുക്കലിയിലെ ഒരു കുറുക്കൻ കിണറ്റിൽ വീണു. ആ കിണറ്റിൽ വീഴാൻ 3 പേരെ കുറുക്കനെടുത്തപ്പോൾ തത്തു. എന്താ ചെയ്തെന്നറിയില്ല. 3 പേരുടെ കേസ് 7 കൊണ്ടായി. ഇതാണ് ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി. ആര് ചോദിക്കാനും, ആര് പറയാനും, ആര് പ്രതിഷേധിക്കാനും തയ്യാറാകാതെ വരുമ്പോഴും ദേശീയ സംസ്ഥാന സർക്കാരുകൾ വിദേശ രാജ്യങ്ങളിൽ ഈ വിഷയങ്ങളിൽ നിലപാടാണ് എടുത്തത് പഠിക്കാൻ തയ്യാറായ ഇതിനൊരു പരിഹാരമുണ്ടാകും. ആ പരിഹാരത്തിന് വേണ്ടി, അതിന്റെ ഒരു ശ്രമത്തിന് വേണ്ടി സണ്ണി ജോസഫ് നടത്തുന്ന ഈ സമരത്തിന് വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. എന്റെ വാക്കിൽ ഞാൻ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രിയപ്പെട്ട ഇന്ദിര മേഡം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. തിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ വേലായുധൻ, അദ്ദേഹത്തെയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ നമ്മുടെ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സോണി സവാഷൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമരത്തിന്റെ അധ്യക്ഷൻ സമരനായകൻ പേരാവൂരിന്റെ ജനകീയനായ സണ്ണി ജോസഫ് MLA, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏറ്റവും കാലികമായ വിഷയം വേർതിരിപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്കരനായ ശ്രീ സണ്ണി ജോസഫ് MLA ഇതിന്റെ ഈ ഉപവാസ സമരവുമായി മുമ്പോട്ട് പോകും. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി വന്യമൃഗശല്യം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. പലപ്പോഴും മനുഷ്യ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിൽ ഓരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം 2 ആദിവാസി ദമ്പതികൾ ദാരുണമായി കാട്ടാനയുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടു. വാസ്തവത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ആ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആനമതിൽ കെട്ടുമെന്ന് പറഞ്ഞു, ആനമതിലിന്റെ നിർമ്മാണവുമായി മുമ്പോട്ട് പോയി. പക്ഷേ സമയബന്ധിതമായി അത് പൂർത്തിയാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടു. ഗവൺമെന്റിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഈ 2 ജീവനുകൾ ഏറ്റവും അവസാനം പൊലിയാനിടയായി. ഇവിടെ വനം വകുപ്പ് മന്ത്രി സദാ ഉറക്കം തൂങ്ങുന്ന മന്ത്രിയാണ്. ആ മന്ത്രിയെ വിമർശിക്കാൻ പോലും അദ്ദേഹം ആരെയും അനുവദിക്കാറില്ല. നിരവധിയായ സംഭവവികാസങ്ങൾ, 1000-ഓളം ആളുകൾ കാട്ടുമൃഗങ്ങളുടെ അക്രമം മൂലം കൊല ചെയ്യപ്പെട്ടിട്ടും നാണവും മാനവും ഉളുപ്പമില്ലാതെ
വനം വകുപ്പ് മന്ത്രി ഞാനാണ് വനം വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണ്. നാണം കെട്ടവന്റെ മൂട്ടിലൊരു ആളുകളെത്താൽ അതും തണലേ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ആര് വിമർശിച്ചാലും ഞാൻ വനം വകുപ്പുമായി മന്ത്രിയായി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയായി തുടരുകയാണ്. വനം വകുപ്പ് മന്ത്രി രാജിവെച്ച് ഒഴിയണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം. വനം വകുപ്പ് മന്ത്രിയെ നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീമാൻ PC ചാക്കോ തന്നെ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ചാക്കോയുടെ സ്ഥാനം പോയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അങ്ങനെയുള്ള മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഐക്യ ജനാധിപത്യ മുന്നണി വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടണം. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം. ഇതുപോലൊരു വനം വകുപ്പ് മന്ത്രി ഇവിടെ കേരളത്തിന് ആവശ്യമില്ല. ഇവിടെ വനസംരക്ഷണ നിയമം പാസാക്കും, വനസംരക്ഷണ നിയമവുമായി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയ മന്ത്രിയാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ വനസംരക്ഷണ നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരവുമായി മുമ്പോട്ട് വന്നപ്പോൾ ഗവൺമെന്റിന് അത് പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടായി. ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ, ശക്തമായ ജനമുന്നേറ്റം ഉണ്ടായാൽ ആ ജനമുന്നേറ്റത്തിന് മുമ്പിൽ ഗവൺമെന്റിനെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് വനസംരക്ഷണ നിയമത്തിൽ നിന്നുള്ള പുറകോട്ട് പോകൽ. ഇവിടെ അഭിനന്ദനായ പാട്ലാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. കൃഷിക്കാരായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, വനഭൂമിയോട് അടുത്ത് താമസിക്കുന്ന ആളുകൾ, ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു. ഇത് ഇന്ന് ആറളം ഫാമിലാണെങ്കിൽ ഇന്നലകളിൽ അത് ഉളിക്കലേക്ക് കാട്ടാണ്ട് വന്നിരുന്നു. നാളെകളിൽ അത് ഇരിട്ടി പട്ടണത്തിലും മട്ടന്നൂരിലും കണ്ണൂരിലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല. ഡെപ്യൂട്ടി മേയർ ഇവിടെ ഉണ്ട്. നേരം വെക്കുമ്പോൾ ആനയുണ്ടോ എന്ന് കണ്ണൂർ നോക്കിയിട്ട് മാത്രമേ കഥവ് തുറക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഒരു കാട്ടാനയ്ക്ക് 50 കിലോമീറ്റർ രാത്രിയിൽ സഞ്ചരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു കടുവയ്ക്കോ പുലിക്കോ 70-80 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഡൽഹി പട്ടണത്തിൽ പോലും പുലി വന്നത് നമ്മൾ എല്ലാവരും കണ്ടു. അതുകൊണ്ട് വന്യമൃഗങ്ങളെ അതിന്റെ വളർച്ച തടഞ്ഞു നിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. വന്യമൃഗ സംരക്ഷണ നിയമം പാസാക്കിയിട്ട് 5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ഒരു കാലത്ത് കടുവകൾക്ക് വംശനാശം വരുമെന്ന് പറഞ്ഞപ്പോൾ കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി വനത്തിൽ പ്രത്യേകമായ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്നിപ്പോൾ അനിയന്ത്രിതമായി വന്യമൃഗങ്ങൾ പെറ്റുപെരുകിയിരിക്കുന്നു. ജനജീവിതത്തിന് തന്നെ ഭീഷണിയാകേണ്ട സാഹചര്യം. നമുക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. പുറത്ത് 40 ഡിഗ്രിയിലേറെയാണ് ചൂട്. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തരുന്ന വിധത്തിലുള്ള പരിസ്ഥിതി മാറ്റമുണ്ടായിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനമുണ്ടായിരിക്കുന്നു. അവർ കാടിന് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വന്യമൃഗങ്ങളെ ഫലപ്രദമായി നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കണം. കേരള നിയമസഭ ഐക്യകണ്ഠേന നിയമം പ്രമേയം പാസാക്കി കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമം പാസാക്കി. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. വന്യജീവി സംരക്ഷണ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കഴിയുമെങ്കിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുന്നതോടൊപ്പം ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് നിയമം മാറ്റുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ ഭരണപക്ഷം തയ്യാറാവുന്നില്ലെങ്കിൽ അഭിനന്ദനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ശ്രീ സണ്ണി ജോസഫ് MLA കേരള നിയമസഭയിലെ സീനിയർ നിയമസഭാ സാമാജികനാണ്.
കൃത്യമായി വനസംരക്ഷണ നിയമത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നയാളാണ്. ഇവിടെ നേരത്തെ ശ്രീ സിദ്ദീഖ് സൂചിപ്പിച്ചതുപോലെ സംശയമുള്ള നിയമസഭാ സാമാജികന്മാർ സംശയ നിവർത്തി വരുന്നയാളാണ്. കേരള നിയമസഭയ്ക്കകത്ത്, കേരള നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം വന്യജീവികളുടെ ആക്രമണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്രയോ നാളുകളായി ശബ്ദമുയർത്തുന്നു. തീർച്ചയായും ഐക്യകക്ഷികൾ പോകാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും കൊണ്ട് നിയമം മാറ്റണമെന്ന് ആവശ്യപ്പെടേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുന്ന നയമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ സ്വീകരിച്ചിരുന്നത്. അന്നൊന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന നയം ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് കൊണ്ട് വനപാലകന്മാർ പലപ്പോഴും കണ്ണടച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നയവുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുമ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുവാൻ വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്യമൃഗങ്ങളെ സംരക്ഷകന്മാരായി മാറുകയും ജനങ്ങളെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. ഈ നിലപാട് മാറണം. ജനങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ സമരങ്ങളുമായി മുമ്പോട്ട് പോകണം. ജനങ്ങളാണ് വലുത്, മനുഷ്യജീവനാണ് വലുത് എന്നുള്ളതുകൊണ്ട് ആ മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ലോകത്തിലെ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും നിയന്ത്രിതമായ മൃഗവേട്ട അനുവദിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ 1 മാസം, ചില രാജ്യങ്ങളിൽ 2 മാസം അങ്ങനെ മൃഗവേട്ട നടത്തുന്നത് കൊണ്ട് കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളെ ആക്രമിക്കുന്ന ആളുകളുടെ സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തുന്ന ജീവികളെയൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്തുവാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യ രാജ്യത്തും മൃഗവേട്ട അടിയന്തരമായി ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു വശത്തുകൂടി പ്രിയങ്കരനായ MLA നടത്തുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്താൻ ഗവൺമെന്റിനെ പര്യാപ്തമാക്കുകയും അതോടൊപ്പം തന്നെ വലിയ തോതിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ ഞങ്ങൾ നേരിടും. ഇതിനൊന്നും മുമ്പ് തലകുനിക്കാത്ത ആളുകളാണ് ഈ മലയോരത്തെ ജനങ്ങൾ, അധ്വാനശീലരായ ആളുകൾ, ആദിവാസികളായിരുന്നാലും മറ്റു ആളുകളായിരുന്നാലും ഒക്കെ എല്ലാ കാലഘട്ടങ്ങളിലും പ്രകൃതിയോട് മല്ലരിച്ചുകൊണ്ട് പ്രകൃതിക്കെതിരായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോയ ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പര്യാപ്തമായ വിധത്തിൽ പ്രിയങ്കരനായ ശ്രീ സണ്ണി ജോസഫ് MLA സമരം അതിന് സാഹചര്യം ഒരുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഉപവാസ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് SNDP യൂണിയൻ സെക്രട്ടറിയും ഈ മേഖലയിലെ പൊതുപ്രവർത്തകനുമായ പ്രിയപ്പെട്ട ബാബു മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാധ്യനായ നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ട MLAമാര്, ജനപ്രതിനിധികളടക്കമുള്ള ബഹുമാന്യരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മഹാശിവരാത്രിയാണ്. അപ്പൊ മഹാശിവരാത്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ ഒരു ദിവസം ഉപവാസം ഇരിക്കുന്ന ദിവസമാണ്. അപ്പൊ ഇന്നത്തെ ഉപവാസം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ 2 ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ തൊട്ട് അടുത്ത ദിവസം 2023 ഉളിക്കലിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ആത്രശ്ശേരി ജോസിയേട്ടന് വേണ്ടിയും 2022 പെരിങ്കലിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജസ്റ്റിന് വേണ്ടിയും അടക്കം ഈ മേഖലയിലെ കഴിഞ്ഞ 6 വർഷങ്ങളിലുള്ളിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ 14 പേർക്ക് വേണ്ടി ഇന്നത്തെ ദിവസത്തെ ഉപവാസം നിങ്ങൾ മാറ്റിവെക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഉപവാസ സമരത്തിന് വലിയ പിന്തുണയുണ്ട്.
MLA ഓർക്കുന്നുണ്ടാവും. MLAയോട് 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു, സാറിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തിക്കൊണ്ട് ഇത് വലിയ ഒരു ജനപിന്തുണയോടുകൂടി വരണം. സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നിരന്തരമായ സമരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും MLAയുടെ നേതൃത്വം നടന്ന സമരത്തിന് അതായിരിക്കും ഏറ്റവും വലിയ ജനപിന്തുണ. ഇന്നലെ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, കേരളത്തിലാകമാനം എന്റെ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ഏറ്റെടുത്തുകൊണ്ട് സമരം നടത്താൻ വേണ്ടി പോകുന്നു, SNDP യോഗത്തിന്റെ പിന്തുണ ഉണ്ടാവുമോ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എവിടെ സമരം നടത്തിയാലും, കണ്ണൂര് നടത്തിയാലും തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയാലും ആയിരക്കണക്കിന് SNDP യോഗത്തിന്റെ സമരഭടന്മാരുടെ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട MLAക്ക് ഞങ്ങൾ തരാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, അവസാനിപ്പിക്കുകയാണ്. മിനിഞ്ഞാന്നത്തെ ദിവസം ശ്രീ AK ശശീന്ദ്രൻ MLA മന്ത്രിയോട് അവിടുത്തെ ഒരു ആദിവാസി പെൺകുട്ടി ചോദിച്ച ചോദ്യം ഇവിടുത്തെ പത്രക്കാര് വീഡിയോ വഴി അത് പുറത്തുവിട്ടു. ആ കുട്ടി ചോദിച്ച ചോദ്യം, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കളക്ടറേറ്റിൽ വെച്ചൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം അറിയോ? MLA അടക്കമുള്ള ആ തീരുമാനത്തിൽ ഓരോ 3 മാസം കൂടുന്തോറും ആറളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കും. അത് ഒരു വർഷത്തിൽ 4 തവണ അടിക്കാട് വെട്ടിത്തെളിക്കണം. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു തവണ പോലും ആറളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ MLA അടക്കം ശ്രദ്ധിക്കണം. ഇന്നലെ ആ തീരുമാനമെടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം എന്താണ് അത് വീണ്ടും അവിടെ ആരംഭിക്കണം. നമ്മളൊക്കെ പറഞ്ഞു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരു ആദിവാസി മാത്രമല്ല, നാളെ ഉളിക്കലുകാരായ ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെയുണ്ട്. ഞങ്ങളുടെ ആത്രശ്ശേരി ജോസേട്ടൻ ഉളിക്കൽ ടൗണിൽ നിന്നാണ് ആരോഗ്യ മരിച്ചെങ്കിൽ നാളെ നിങ്ങളും ഞങ്ങളും ഒക്കെ ഒരു പെരിങ്കരിക്കാരനായ ജസ്റ്റിൻ, അവരൊക്കെ നിങ്ങളും നമ്മളൊക്കെ ഒന്നിച്ചു പോകുന്നവരാണ്. നാളെ ഈ മേഖലയിൽ വലിയ ഉത്സവാഘോഷ പരിപാടികൾ, വലിയ പെരുന്നാൾ പരിപാടികൾ, വൈകുന്നേരം തൊട്ട് വെളുപ്പിന് വരെ 10,000-കണക്കിന് ജനങ്ങൾ തരങ്ങും വിലങ്ങും നടക്കുന്ന ഈ നാട്ടിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വേണ്ട. ഈ പാലത്തിന് തൊട്ടപ്പുറത്ത് ഹാജി റോഡിൽ കഴിഞ്ഞ ദിവസം ഒരു മാസത്തിന് മുമ്പിൽ ആന ഇറങ്ങി. ആന രാവിലെ ഇറങ്ങിയിട്ട് രാവിലെ പോയത് ഏറ്റവും വൈകുന്നേരമാണ്. അപ്പം പ്രതിരോധ നടപടികൾ എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ അടിവെച്ച് ഫെൻസിംഗ് ആണ് ഏറ്റവും അടിയന്തരമായി. ഫെൻസിംഗ് നടപടികൾ, ആറളം ഫാമിലെ ആനവധി നിർമ്മാണം മലയോര മേഖലയോട് ഫോറസ്റ്റ് അതിർത്തിയോട് ചേർത്തുകൊണ്ട് ഏതാണ്ട് 22 കോടി രൂപ ഫെൻസിംഗിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. അതവിടെ നിർവഹിക്കപ്പെടണം. നോക്ക്, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 2025 ഫെബ്രുവരി 27 എന്ന് പറഞ്ഞാൽ ഈ 2025 56 ദിവസം കഴിഞ്ഞപ്പോ കേരളത്തിന്റെ മണ്ണിൽ ആനകുത്തി മരിച്ചവരുടെ എണ്ണം 20. കേരളത്തിന്റെ മണ്ണിൽ ആനകുത്തി മരിച്ചവരുടെ എണ്ണം 40 പേര് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രി കിടന്നെന്ന് പറഞ്ഞാൽ 3 ദിവസം കൂടുമ്പോ, കേരളത്തിൽ 3 ദിവസം കൂടുമ്പോ ഒരാളെ ആനകുത്തി മരിക്കുന്നു. ഈ ഫെബ്രുവരി മാസം 26-ാം തീയതിയായി ഇന്ന് കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ മാത്രം 20 പേരെ ആനകുത്തി മരിച്ചിട്ടുണ്ട്. നാളെ ഒരാള് വെള്ളം മൂപ്പനായാലും നീലച്ചേച്ചി ആയാലും നാളെ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി MLA ഇന്ന് നടത്തുന്ന ഈ ജനകീയ സമരം ഇതൊരു UDFന്റെ സമരമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇത് MLAയുടെ നേതൃത്വം നടത്തുന്ന ഒരു കുരിശിദ്ധമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മറ്റ് പ്രമുഖരായ അജീവ് ജോസഫിനെ പോലെയുള്ള MLAമാരും സിദ്ദിഖിനെ പോലെയുള്ള MLAമാരടക്കം ഡെപ്യൂട്ടി മേയർ അടക്കം ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഈ പ്രതിനിധി ഈ സമരത്തിന്റെ തീജ്വാല കേരളത്തിൽ എല്ലായിടത്തും ഉണർന്ന് പന്തലിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖതാവിൽ ഈ സമരത്തിലെത്തണം. അതിന് MLA എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് അതിന് ഇരിട്ടി താലൂക്ക് SNDP യൂണിയന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നറിയിച്ചുകൊണ്ട് ഈ സമരത്തിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ പേരാവൂരിന്റെ പ്രിയപ്പെട്ട ജനകീയ MLAയുടെ നേതൃത്വം നടത്തുന്ന ഈ ജനകീയ സമരത്തിന് ഇരിട്ടി താലൂക്ക് SNDP യൂണിയന്റെ സർവാത്മന പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ട് വെളിവാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ സമരത്തിന് ബഹുമാനപ്പെട്ട MLA അരമണിയിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ കർഷക സംഘടനയായ സ്വതന്ത്ര കർഷക സംഘം പേരാവൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി M. ഇബ്രാഹിം, പ്രസിഡന്റ് KP അലി എന്നിവർ അരമണി. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ സമരത്തിന്
അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പ്ലാത്തൂരിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നസീർ നെല്ലൂരിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ UDF ചെയർമാൻ പ്രിയപ്പെട്ട PT മാത്യു